ഇതുവഴി പോകുന്നവരൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രയത്ന ഫലമാണ്, കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. കുടുംബശ്രീയുടെ പൂർണ്ണമായ സപ്പോർട്ട് നമുക്കിതിനുണ്ട്. ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇരുത്തലമൂല എന്ന് പറയുന്നത് നമ്മൾ നെടുമങ്ങാട് വിതിര പോകുന്നതിനിടയ്ക്ക് ഇരുത്തലമൂല എന്ന് പറയുന്ന സ്ഥലത്താണ്. ജംഗ്ഷന് തൊട്ടടുത്താണ് ഇതാ റോഡ്, മെയിൻ റോഡ് ഇതാ പോകുന്നുണ്ട്. ഇതാണ് നെടുമങ്ങാട് വിതിര പോകുന്ന റോഡ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ജമന്തി പാടത്തിലാണ്. നമ്മൾ നെടുമങ്ങാട് ആനാട് അടുത്തുള്ള ഒരു ജമന്തി പാടത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തേതാണ്. അത് കണ്ടില്ലാത്തവരൊന്ന് കാണുക. ഇപ്പോൾ രണ്ടാമത്തേതാണ്. നമ്മൾ ഇവിടെ ഒരു 30 സെൻറ്റ് ഭൂമിയിൽ ഇവർ കുറച്ച് ഹരിതകർമ്മ സേനയിലെ ആൾക്കാർ നട്ട ജമന്തി പാടമാണ് നിങ്ങൾ കാണുന്നത്. ഇന്നായിരുന്നു ഇതിൻ്റെ ഇനാഗുറേഷനും കാര്യങ്ങളും. ഈ കാണുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് ജമന്തി പൂക്കൾ വിടർന്ന് നിൽക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ആ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കട്ടോ. എൻ്റെ പേര് ഷീജ എന്നാണ്. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് ഇരുത്തലമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുവഴി പോകുമ്പോഴത്തേനും ഒരു നല്ലൊരു റീൽസ് കണ്ടായിരുന്നു. നല്ല പൂക്കളുടെ ഒരു എന്താ പറയേണ്ട ഒരു നല്ലൊരു മേളയാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും ജസ്റ്റ് വന്നൊന്ന് കണ്ടു. നല്ല എന്താ പറയണ്ടേ, നല്ലൊരു വ്യൂസ് ആയിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു നല്ല പൂക്കളുടെ ഒരു നല്ലൊരു കേന്ദ്രം കാണാൻ പറ്റി. ഇതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതുവരെ ഇങ്ങനെയൊന്നും ഒരു സ്ഥലത്ത് കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാണാൻ പറ്റിയതിൽ ഇനിയും ആൾക്കാർ ഒരുപാട് പേര് ഇത് വന്ന് കാണുകയും ആസ്വദിക്കുകയും ചെയ്യണം. ഓക്കെ, താങ്ക്സ്. തുളക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേന അംഗങ്ങളാണ് നമ്മൾ. അപ്പോൾ നമുക്കൊരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞങ്ങൾ ചെയ്ത ഒരു സംരംഭമാണ്. അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഇത് ഞങ്ങൾ കർമ്മസേനയിൽ 33 അംഗങ്ങളുണ്ട്. പക്ഷേ ഇത് നമ്മൾ 15 പേരാണ് ഇതിൽ അംഗങ്ങളായിട്ട് ഈ ജോലിയിൽ ഏർപ്പെട്ടത്. സ്ഥലം കണ്ടെത്തി കൃഷിഭവനാണ് ഞങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തന്നത്. പിന്നെ തുളക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും കുടുംബശ്രീയുടെ പൂർണ്ണമായ സപ്പോർട്ട് നമുക്കിതിനുണ്ട്. അങ്ങനെ നമ്മളത് തുടങ്ങി. ഞങ്ങൾ 15 പേരും എന്താ പറയുക, രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടു കൊണ്ട് തന്നെയാണ് ഇത്രയും വരെ എത്തിയത്. പിന്നെ അതിലുപരി ഈ നാട്ടിലുള്ളവർക്ക് കാണാനും ഈ ഇത്രയും മനോഹരമായൊരു ഭംഗി ആസ്വദിക്കാനും അവർക്ക് അവസരം ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ ഇന്നായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. MLA ആണ് പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ പുള്ളിക്ക് അത്യാവശ്യമായിട്ട് പോവേണ്ടതുള്ളതുകൊണ്ട് വന്നിട്ട് അപ്പം തന്നെ പോയി. പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഉദ്ഘാടനം നടത്തിയത്. നമ്മൾ ഉദ്ദേശിച്ച വരുമാനം എന്ന് പറയുന്നത് ഒരുപാടൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങളിത് ചെയ്തത്. ഞങ്ങളുടെ ഒരു സന്തോഷം ഞങ്ങളുടെ നാട്ടുകാർക്ക് നല്ലൊരു കാഴ്ച ഒരുക്കുക എന്നുള്ളത് ആണ് ഞങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് ഈ ഓണക്കാലം ഒരുപാട് ആസ്വദിക്കണം എന്നൊക്കെ കരുതിയാണ് ഞങ്ങളിത് ചെയ്തത്. അപ്പോൾ നമ്മളെ വയനാട് ദുരന്തമൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ തന്നെ അങ്ങ് ആകെ ഇതായി. ഓണവും ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യത്തെ പോലെ അല്ലല്ലോ, നമ്മൾ അത്ര വലിയ ഒരിതിലല്ല. എങ്കിലും ഈ നാട്ടുകാർക്കും ഇതുവഴി പൊന്മുടിയൊക്കെ പോകുന്ന യാത്രക്കാർക്കും കയറി കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും വേണ്ടിയിട്ട് നല്ലൊരു വ്യൂ ഒരുക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് സന്തോഷം. അല്ല, ഈ വിളവുടമ ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ഞങ്ങൾ പാട്ടത്തിന് ചോദിച്ചു. അവർ ഞങ്ങൾക്ക് വെറുതെ സൗജന്യമായി തന്നു. കൃഷിഭവൻ ഇതിപ്പോൾ 2400 തൈയുണ്ട്. നമ്മൾ പൂക്കടകളിൽ ചോദിച്ചു. അപ്പോൾ അവർ പൂക്കടയിൽ നിന്ന് വാങ്ങുന്ന റേറ്റ് നമുക്ക് തരില്ല. അവർ ചെറിയൊരു റേറ്റേ തരുള്ളൂ. അപ്പോൾ ഞങ്ങളിതിവിടെ പൊതുവഴിയല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഫ്രഷായിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ കാണാൻ രാവിലെ വന്നവർ തന്നെയാണ് ഒരുപാട് പേര് വന്ന് വാങ്ങിക്കൊണ്ട് ഇന്ന് ഉടനെ തന്നെ വിൽപ്പനയും തുടങ്ങി. എല്ലാം ഇപ്പോൾ 6 കിലോയോളം പൂ നമ്മൾ 6 കിലോ വിളക്ക് ഇത്ര പോയി. എല്ലാവർക്കും വൈകിട്ട് മതി എന്നുള്ള രീതിയിൽ കുറച്ച് പേര് വന്ന് ചോദിച്ചിട്ട് പോയിട്ടുണ്ട്.
ഓക്കെ, എന്തായാലും ഒരു അടിപൊളി വൻ വിജയമായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. നമ്മൾ ഇതുവഴി പോകുമ്പോൾ അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമുക്കിപ്പോൾ സ്ഥിരമായിട്ട് പൂക്കടയിൽ നിന്ന് എടുക്കുന്ന ആൾക്കാർ അവിടെ നിന്നൊക്കെ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ റേറ്റ് കുറവായിരിക്കും. നമുക്ക് മാർക്കറ്റിലെ വില കിട്ടണമെങ്കിൽ അപ്പോൾ അവർ പൂ എടുക്കുന്നത് പോയിട്ട് ആണെങ്കിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രയത്ന ഫലമാണ്, കഷ്ടപ്പാടിൻ്റെ ഫലമാണ്, കുറച്ച് പേര് ചേർന്ന് ചെയ്ത ഫലമാണ്. നമ്മളൊന്നും ഇതുപോലെ എല്ലാവരും വീട്ടിലിരിക്കുന്ന എല്ലാവരും ഇതുപോലെ ചെയ്യുന്നില്ലല്ലോ. കുറച്ച് പേര് ചേർന്ന ഒരു സംഭവമാണ് ഇത്രയും വളരെ വിജയകരമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവർ ഇവിടെ വെച്ച് തന്നെയാണ് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവഴി പോകുന്നവർ ഇതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ മെയിനായിട്ട് അവർ പറയുന്നത് പൊന്മുടി പോകുന്ന ആൾക്കാർക്ക് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒരുപാട് ആൾക്കാർ, ഞാൻ കുറച്ച് ഫോട്ടോസ് ഇട്ടേക്കാം, എനിക്ക് ഇവിടെ നിന്ന് തന്നെ മോഡലിനെ കിട്ടി. അപ്പോൾ അവർ കോട്ടയത്തു നിന്ന് വന്ന ആൾക്കാർ, അപ്പോൾ അവരുടെ ഫോട്ടോസ് ഇടുക. അപ്പോൾ പോകുന്നവർ ഇവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുക. അവർ ഇത് നിർത്തി പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഇനിയും തുടർന്ന് കൃഷികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നാലും അടിപൊളി, നല്ലൊരു വിജയ സംരംഭം ആശംസിക്കുകയാണ്. എന്തായിരുന്നാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നിങ്ങളുടെ നാട്ടിലുള്ള വിശേഷങ്ങൾ നമ്മളെ കമൻറ്റ് ചെയ്തോ ഇപ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എന്തായിരുന്നാലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതേ ഉള്ളൂ. എങ്ങനെയായിരുന്നാലും അറിയിക്കുക. അടുത്തൊരു സ്ഥലത്തെ വിശേഷമായിട്ട് കാണാം. ബൈ.